മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് ഹസൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ 4-അംഗ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും നെഫ്രോളജി വിഭാഗം മേധാവിയും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും യൂറോളജി വിഭാഗം മേധാവിയുമാണ് സമിതി അംഗങ്ങൾ. MG പ്രതീഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ആരോപണം ഉന്നയിച്ചത്. പുറത്തുനിന്നുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും ഒപ്പം സൂപ്രണ്ടും ഒക്കെയാണ് ഈ സമിതി അംഗങ്ങൾ. ഇക്കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇതിനോടകം പ്രതീഷ്? ഉന്മേഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്ന പറച്ചിലിലാണ് സമഗ്രമായ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയെന്ന വെളിപ്പെടുത്തലിലാണ് അന്വേഷണം നടത്താൻ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിറങ്ങിയത്. 4-അംഗ സമിതിയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ, ഒപ്പം അവിടുത്തെ തന്നെ നെഫ്രോളജി വിഭാഗം മേധാവി, കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ യൂറോളജി വിഭാഗം മേധാവി എന്നിവരാണ് ഈ 4-അംഗ സമിതിയിലുള്ളത്. ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ, ഒപ്പം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്നുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനും പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഈ ആരോപണത്തിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. നേരത്തെ DME നൽകിയ ശുപാർശയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലിന്റെ ഉൾപ്പെടെ പേരുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ അന്വേഷിച്ചാൽ അത് മറ്റു ചില ആരോപണങ്ങൾക്ക് വഴിവെക്കുമെന്ന് കണ്ടാണ് സർക്കാർ ജില്ലയ്ക്ക് പുറത്തുള്ള ഡോക്ടർമാരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിലവിൽ ഡോക്ടർ ഹാരിസ ഉന്നയിച്ചിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ നിർദ്ദേശം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിന്റെ കൃത്യമായ കാരണം എന്തെന്ന് വിദഗ്ധ സമിതി പരിശോധിക്കും. ഈ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഡോക്ടർ അപേക്ഷ നൽകിയിട്ടും ഫയൽ നീക്കം വൈകിപ്പിച്ചു. എവിടെയാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് എന്നതാണ് പ്രധാനമായും ഈ വിദഗ്ധ സമിതി അന്വേഷിക്കുന്നത്. ഡോക്ടർക്കെതിരെയും ചില അന്വേഷണം ഉണ്ടായേക്കാം. കാരണം സാമൂഹിക മാധ്യമം വഴി പരസ്യ പ്രതികരണം നടത്തിയതിൽ ആരോഗ്യവകുപ്പിന് അതൃപ്തിയുണ്ട്. ആരോഗ്യ സംവിധാനത്തെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഡോക്ടറുടെ ഈ വെളിപ്പെടുത്തൽ വന്നത്. പക്ഷേ നിലവിൽ ഡോക്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. വിശദമായ അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ആ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഡോക്ടർക്കെതിരെ ഏതെങ്കിലും നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. ഉന്മേഷ, ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് MG പ്രതീഷാണ്.